നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മന്ത്രി കെ കൃഷ്ണൻകുട്ടി കർഷകരെ വഞ്ചിച്ചെന്ന് മുൻ MP രമ്യ ഹരിദാസ്. MLA എന്ന നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോലും മന്ത്രി ശ്രമിച്ചില്ല. ചിറ്റൂരിൽ കോൺഗ്രസിന്റെ സ്വദേശ രക്ഷാ പദയാത്ര പ്രയാണം തുടരുന്നു. കേരള കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം. കഥകളിയിൽ മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു. 15-കാരി സാബ്രി ഇനി കലാമണ്ഡലം സാബ്രി. RSS 100-ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് തുടക്കം. വിജയദശമി സായാഹ്നത്തിൽ സംഘടനയുടെ കരുത്തറിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പഥസഞ്ചലനം. വാർത്തകൾ വിശദമായി. കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോലും MLA എന്ന നിലയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ശ്രമിച്ചിട്ടില്ലെന്ന് മുൻ MP രമ്യ ഹരിദാസ്. പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷാ പദയാത്രയുടെ 1-ാം ദിവസ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമ്യ ഹരിദാസ്. സർക്കാരിന്റെയും ഉദ്യോഗസ്ഥ സഹപ്രവർത്തകരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആർജവത്തോടുകൂടി നിലപാടെടുക്കുന്ന ആളാണ് ശ്രീ സുമേഷ് അച്യുതൻ. ചിറ്റൂർ നിയോജക മണ്ഡലത്തിന് ഒരു പാരമ്പര്യമുണ്ട്. കർഷകന്റെ നാടായ ഈ മണ്ണിൽ, പൊന്നു വിളയിക്കുന്ന ഈ മണ്ണിൽ ഒരു കാലത്ത് വികസനത്തിന്റെ തേരോട്ടം നടത്തിയ പ്രിയങ്കരനായ നേതാവ് ശ്രീ അച്ചുവേട്ടന്റെ ആ സുവർണ കാലഘട്ടം ജനങ്ങൾ കൊതിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പദയാത്ര എന്ന പെരുവമ്പ് ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്നത്. കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ നടപടികൾ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത MLA ആണ് കെ കൃഷ്ണൻകുട്ടിയെന്ന് രമ്യ ഹരിദാസ് ആരോപിച്ചു. പെരുവെമ്പ് പഞ്ചായത്തിലെ ചുങ്കത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. മോഹനൻ സ്വാഗതം പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി തനികാചലം, UDF കൺവീനർ P രതീഷ്, ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം. കഥകളിയിൽ ആദ്യമായി മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു. 15 വയസ്സുകാരി സാബ്രിയയുടെ ചിരകാല സ്വപ്നത്തിന് നിരവധി പേർ സാക്ഷികളായി. ഇനി മുതൽ അറിയപ്പെടുന്നത് കലാമണ്ഡലം സാബ്രി. 2.5 വർഷത്തെ പഠനത്തിനു ശേഷമാണ് കഥകളിയിൽ സാബ്രി അരങ്ങേറ്റം കുറിച്ചത്. ഇനി മുതൽ കലാമണ്ഡലം സാബ്രി എന്നാണ് അറിയപ്പെടുക. വ്യാഴാഴ്ച രാത്രി ഏറെ വൈകിയാണ് പുറപ്പാട് കഥകളി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അരങ്ങിലെത്തിയത്. സാബ്രിയോടൊപ്പം ഗായത്രി, രവി, ദർശന, ആർദ്ര, അക്ഷയ്, ജീവൻ രാജ്, അർജുൻ എന്നിവരടങ്ങുന്ന 7-അംഗ സംഘമാണ് അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ ടീമിൽ സാബ്രി അടക്കം 5 അംഗവും അതിൽ 3-ാമതായി സാബ്രിയും രംഗത്ത് വന്നു. പിന്നീട് 2 പേരും അരങ്ങേറ്റം കുറിച്ചു. കലാമണ്ഡലത്തിലെ കഥകളിയിലെ എല്ലാ ആശാന്മാരും വിദ്യാർത്ഥികളും കൂടാതെ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ അരങ്ങേറ്റം കാണാനായി എത്തിയിരുന്നു. നിരവധി വിദേശികളും ചടങ്ങിൽ സാക്ഷികളായി. കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനച്ചിവിള തേജസ്സിൽ വീട്ടിൽ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമ്മാസിന്റെയും അനീസയുടെയും മകൾ തട്ടമിട്ട് മൈലാഞ്ചി അണിഞ്ഞ 15 വയസ്സുള്ള സാബ്രി 10ാം തരം തെക്കൻ കഥകളി വിദ്യാർത്ഥിയാണ്. ഇങ്ങനെയൊരു അസുലഭ നിമിഷം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഇനിയും നിരവധി പാഠങ്ങൾ കഥകളിയിൽ പഠിക്കാനുണ്ടെന്നും അതെല്ലാം പഠിച്ചതിനു ശേഷമേ കലാമണ്ഡലത്തിൽ നിന്ന് പോവുകയുള്ളൂ എന്ന് പിതാവ് നിസാം അമാസ് പറഞ്ഞു. അവൾ ഇന്ന് കലാമണ്ഡലത്തിൻ്റെ കൂത്തമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. അവൾ ഇവിടെ 8ാം തരത്തിൽ പഠിക്കാൻ കയറുകയും അതേപോലെ തന്നെ ഈ 10ാം തരമായപ്പോൾ അവളുടെ കഥകളിയുടെ അരങ്ങേറ്റമാണ്. ഇനി തുടർ പഠനം ഇവിടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനിടയിൽ ഇന്ന് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. അവളുടെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, അവളുടെ ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹത്തിൻ്റെ ഒരു സബലീകരണമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൽ ഇങ്ങനെ അവസരം കിട്ടിയതിലുള്ള ഒരു സ്നേഹവും നന്ദിയെല്ലാം ഈ അവസരത്തിൽ
പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം വാടാനാംകുറിശി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പഥസഞ്ചലനവും പൊതുസമ്മേളനവും നടത്തി. ജില്ലാ വ്യവസ്ഥാ പ്രമുഖ് ടി വി പ്രസീൻ മുഖ്യപ്രഭാഷണം നടത്തി. വാടാനാംകുറിശി ചെമ്മഞ്ചേരി ശിവക്ഷേത്ര പരിസരത്ത് നിന്നും പഥസഞ്ചലനം ആരംഭിച്ചു. തുടർന്ന് പഥസഞ്ചലനം ശിവജി നഗറിൽ സമാപിച്ചു. വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം വാടാനാംകുറിശി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശതഘോഷം 2025 എന്ന പേരിൽ വിജയദശമി മഹോത്സവം സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനത്തിൽ ജില്ലാ വ്യവസ്ഥാ പ്രമുഖ് ടി വി പ്രസീൻ മുഖ്യപ്രഭാഷണം നടത്തി. ശക്തിയുടെ ആരാധന നടക്കുന്ന ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളം പല പേരുകളിൽ ആരാധന നടക്കുന്ന ആ വിജയദശമി നാളില് ആ നാഗ്പൂരിലെ ആ ചെറിയ വീട്ടിൽ യുവാക്കളോട് വിളിച്ചു കൂട്ടിക്കൊണ്ട് പരംപൂജനീയ ഡോക്ടർ ജി നമ്മൾ സംഘം തുടങ്ങുകയാണ് എന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, ഒരു ദിവസത്തെ ഒരു ഉൾവിളി മാത്രമായിരുന്നില്ല എന്നുള്ളത് പരംപൂജനീയ ഡോക്ടർ ജിയെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ജന്മനാദേശഭക്തനായിട്ടുള്ള ഡോക്ടർ ജി സീതാബഡി കോട്ടയിൽ പാടുന്ന യൂണിയൻ ജാക്ക്, ആ കൊടി അതെങ്ങനെ താഴെ വലിച്ചിടാമെന്ന് തന്റെ കൂട്ടുകാരുമായി ഗൂഢാലോചന നടത്തിയിട്ടുള്ള പരംപൂജനീയ ഡോക്ടർ ജി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. CP രാമൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ രവികുമാർ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ 100 സമ്പൂർണ്ണ കൃതികൾ കുഞ്ചൻ സ്മാരക വായനശാലയ്ക്ക് കൈമാറി റിട്ടയേർഡ് അധ്യാപകൻ. പേരൂർ സ്വദേശി ഗോപാലകൃഷ്ണനാണ് വായനശാലയ്ക്ക് പുസ്തകങ്ങൾ കൈമാറിയത്. കുഞ്ചൻ സ്മാരക വായനശാല ഭാരവാഹികളായ കെ ഹരി, CK ശിവദാസ്, P പ്രദീപ്, AR രാജേഷ് എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മുൻ അധ്യാപകൻ T ഷറഫുദ്ദീൻ, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, ഡോക്ടർ സദനം ഹരികുമാർ, കുന്നിൽ വിജയൻ, CK ശിവദാസ്, മുരളി മങ്കര, വിനോദ് മങ്കര, സതീഷ് കൊയിലത്ത് എന്നിവർ സംസാരിച്ചു. He is almost 28, like that. Just reverse that. So I really do prostrations at his lotus feet, and the whole family and whoever are related to Government High School of Mangara for getting the foundational knowledge of our life. Our schools have really given us. പേരൂർ ഗോപാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. പേരൂർ ഗോപാലകൃഷ്ണനെ ശിഷ്യന്മാർ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 6ാം വാർഡിൽ ചെമ്മുകയിൽ നിർമ്മിച്ച പകൽ വീടിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം P പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം ജിത്തു സംസാരിച്ചു. പ്രദേശത്തെ വയോധികരായ വീട്ടമ്മമാർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ 60 കഴിഞ്ഞ വയോധികർക്ക് വേണ്ടിയാണ് പകൽ വീട് സ്ഥാപിച്ചിരിക്കുന്നത്. 2019 ഉദ്ഘാടനം കഴിഞ്ഞ പകൽ വീട് വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. കാട് നിറഞ്ഞ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു. പുതിയ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. പ്രവർത്തനം തുടങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പകൽ വീടിൽ പ്രത്യേക പരിശീലനം നൽകിയ ജീവനക്കാരിയെ നിയോഗിച്ചതായും പ്രസിഡന്റ് ഗോകുൽദാസ് അറിയിച്ചു. 2019 ആ കല്ല് അവിടെ കാണാം. 2019 ഇത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ പകൽ വീട്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കിതിന്റെ മോട്ടോർ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ കുറച്ച് കാലതാമസം വന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ എന്താണ് ഈ പകൽ വീട്, എന്തിനാണ് ഈ പകൽ വീട് എന്നാണല്ലോ ഇപ്പൊ നമ്മളൊക്കെ ആലോചിക്കുന്നത്. എന്താ പുതപ്പുകൊണ്ടൊക്കെ നമുക്ക് ഉപകാരം എന്ന് ചോദിച്ചാൽ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണികുളം പഞ്ചായത്തിലെ മണപ്പുള്ളിക്കാവ് റോഡ് കോൺക്രീറ്റ് ചെയ്തു. 3.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. 12ാം വാർഡ് മെമ്പർ ആശാദേവിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ യജ്ഞവുമായി കേരള പ്രവാസി സംഘം. പാലപ്പുറം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരക്കടവ് പാലവും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. ഒറ്റപ്പാലം മുൻ MLA M ഹംസ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ വരികയും ചെയ്തു.
ഏരിയ സെക്രട്ടറി സി മുകുന്ദൻ, പ്രസിഡന്റ് AP അഷ്റഫ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ജയകുമാർ, നന്ദിനി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ വില്ലേജ് കമ്മിറ്റി നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം പാലക്കാട്ടെ വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഒലവക്കോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KG ജെറിൻ ആന്റണി നേതൃത്വം നൽകി. പാലക്കാട് മാട്ടുമാന്ത പൊതുശ്മശാനം, മാട്ടുമാന്ത മലമ്പുഴ റോഡ് പരിസരം എന്നിവിടങ്ങളിലാണ് വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. തൈനടിയിലിന് ഒലവക്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KG ജെറിൻ ആന്റണി, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ മോഹനചന്ദ്രൻ, VK മോഹൻദാസ്, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മങ്കരയിൽ 156 ഫലവൃക്ഷത്തൈകൾ നട്ട് ഇറാം ഹോൾഡിംഗ് ഗ്രൂപ്പ്. മങ്കര പോലീസ് ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങ് CI പ്രതാപ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷംസുദ്ദീൻ മാങ്കുർശി അധ്യക്ഷത വഹിച്ചു. മങ്കര ASI ഹരിപ്രസാദ്, CPOമാരായ അഫ്സൽ, സന്ധ്യാനന്ദൻ, പ്രഭുദാസ്, പരിസ്ഥിതി പ്രവർത്തകരായ PM അപ്പുകുട്ടൻ, ജാഗ്രതാ സമിതി അംഗം ലീല ബാലകൃഷ്ണൻ, AV രവി, KK റഹ്മാൻ എന്നിവർ സംസാരിച്ചു. 156 ഫലവൃക്ഷത്തൈകളാണ് നട്ടത്. ഇറാം ഗ്രൂപ്പ് ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിൻ്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഹരിതഗ്രാമം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയദശമി ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി K കൃഷ്ണൻകുട്ടി കർഷകരെ വഞ്ചിച്ചെന്ന് മുൻ MP രമ്യ ഹരിദാസ്. MLA എന്ന നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോലും മന്ത്രി ശ്രമിച്ചില്ല. ചിറ്റൂരിൽ കോൺഗ്രസിന്റെ സ്വദേശ രക്ഷാ പദയാത്രാ പ്രയാണം തുടരുന്നു. കേരള കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം. കഥകളിയിൽ മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു. 15-കാരി സാബ്രി ഇനി കലാമണ്ഡലം സാബ്രി. RSS 100ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് തുടക്കം. വിജയദശമി സായാഹ്നത്തിൽ സംഘടനയുടെ കരുത്തറിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പഥസഞ്ചലനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.